പുതുജനനത്താൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആത്മപ്രകൃതമാണ്. ബിക്കോസ് I am born of the Spirit, I can live a spiritual life. I can. യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? Yes. Why? Because he is born of the Spirit, I am also born of the Spirit. പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചവര് തന്നെ ജീവിക്കുന്നത് പലപ്പോഴും ആദാമിനെ പോലെയാണ്. അതാ ഒരു വലിയ പ്രശ്നം. കാര്യം നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ ആത്മാവിൽ ജനിച്ച വിവരം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപമയാണ്, സംടൈംസ് ഐ എം ടെംപ്റ്റഡ് നോട്ട് ടു ടെൽ റിപ്പീറ്റ് തിങ്സ്. പക്ഷെ ഇത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഒരു കോഴി മുട്ട വിരിക്കുന്ന സമയത്ത്, മുട്ട വിരിക്കാൻ വേണ്ടി വെച്ച കൂട്ടത്തില് 10 മുട്ട കൊണ്ട് വെച്ചു. അതിനകത്ത് 9 എണ്ണം കോഴിമുട്ടയായിരുന്നു. പക്ഷെ അറിയാതെ ഒരെണ്ണം കഴുകന്റെ മുട്ടയായിരുന്നു. പക്ഷേ അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 9 കോഴിക്കുഞ്ഞും 1 കഴുകന്റെ കുഞ്ഞും. പക്ഷെ കഴുകൻ കുഞ്ഞിന് അറിയത്തില്ലല്ലോ ഇത് കഴുകന്റെ കുഞ്ഞാണെന്നുള്ളത്. അതുകൊണ്ട് കഴുകന്റെ കുഞ്ഞും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മണ്ണിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നുകൊണ്ട് ജീവിച്ചു. പക്ഷേ കോഴിക്കുഞ്ഞ് തിന്നുന്ന അത്രയൊന്നും പോരാ ഇതിന്. ഇത് ഒത്തിരി പുഴുക്കളെല്ലാം തിന്നുന്നുണ്ട്. You know what happens? After some time, it was becoming more bigger and stronger. പക്ഷെ ഇതിനൊരിക്കലും മനസ്സിലായില്ല ഇത് എന്താണെന്ന്, കഴുകന്റെ കുഞ്ഞ് ആണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു കഴുകൻ മോളിൽ കൂടെ പറന്നു പോയപ്പോൾ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ നിന്ന് കളിക്കുന്നു. അപ്പൊ ഈ കഴുകൻ നേരെ ഊളിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞെല്ലാം ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഈ കഴുകന്റെ കുഞ്ഞിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് ഈ കിളിത്തട്ട് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒടുവിൽ കഴുകൻ എന്ത് ചെയ്തു? ഈ കഴുകന്റെ കുഞ്ഞിനെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത്? എന്നെ പറഞ്ഞ്, ഞാൻ പിന്നെ ആരുടെ കൂടെ കളിക്കേണ്ടത്? നീ എന്തിനാണ് ഈ കോഴിക്കുഞ്ഞിനോട് കളിക്കേണ്ടത്? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇവരാരാ? എന്ന് പറഞ്ഞാൽ അവരെന്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാ. അതെങ്ങനെ നിന്റെ സഹോദരന്മാരും സഹോദരിമാരും ആകുന്നത്? അവര് കോഴിക്കുഞ്ഞുങ്ങളല്ലേ? അതെ, ഞാനൊരു കോഴിക്കുഞ്ഞാണല്ലോ. നീ എങ്ങനെ കോഴിക്കുഞ്ഞാകുന്നത്? യു ആർ എൻ ഈഗിൾ. നീ ഒരു കഴുകന്റെ കുഞ്ഞല്ലേ? അയ്യോ, കഴുകെന്ന് പറയല്ലേ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ശത്രുവുണ്ട്, ശത്രുവിന്റെ പേരാണ് കഴുകൻ. മിണ്ടല്ലേ, എനിക്ക് പേടിയാ. മോനെ അങ്ങനല്ല, യു ആർ ആൻ ഈഗിൾ. നീ ഒരു കഴുകന്റെ കുഞ്ഞാണ്. എന്നെ നോക്ക, ഞാനൊരു കഴുകനാ. അതെ, എനിക്കിപ്പോ പേടി വരുന്നുണ്ട്. പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ? നീയും കഴുകന്റെ കുഞ്ഞാ? അല്ല. പിന്നെ നീ എങ്ങനെ നിന്റെ വിങ്സ് ഒക്കെ ഇത്രയും വലുതായിരിക്കുന്നത്? അതെ, എന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ 2-3 പുഴുക്കളെ തന്നു. പക്ഷെ എനിക്ക് വിശപ്പാ, അതുകൊണ്ട് ഞാൻ 8ഉം 10ഉം ഒക്കെ തിന്നും. അങ്ങനെ ഞാനങ്ങ് വലുതായതാ. മോനെ അല്ല, നീ ഒരു കഴുകനാ, നിനക്ക് പറക്കാൻ പറ്റും. പറക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ കഴുകൻ കുഞ്ഞു പറഞ്ഞു, ഇല്ലില്ല, എന്റെ അമ്മ പോലും ഇന്നാളി പറക്കാൻ നോക്കി, കുറച്ച് പറന്നിട്ട് താഴെ വീഴുന്നു. അതുകൊണ്ട് എനിക്ക് പറക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഈ കഴുകൻ പിന്നെയും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു, നിന്റെ വിങ്സ് നോക്ക്, എന്റെ വിങ്സ് നോക്ക്, ഇതുപോലെയാണ്, യു ട്രൈ ഫ്ലൈയിങ്, നീ ഒന്ന് പറന്ന് നോക്ക് എന്ന് പറഞ്ഞ് സംഹൗ ഇതിനെ മനസ്സിലാക്കി ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്. പറക്കാൻ നോക്കിയാൽ പറക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഈഗിൾ. പറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കഴുകൻ പറഞ്ഞു, കണ്ടോ, യു ആർ ആൻ ഈഗിൾ. എടാ, കോഴിയെ തിന്ന് ജീവിക്കേണ്ട നീ പുഴുവിനെ തിന്നാ ഇപ്പൊ ജീവിക്കുന്നത്. എന്തൊരു കഷ്ടമാ. യു ആർ ആൻ ഈഗിൾ. നീ ഒരു കഴുകൻ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് പറക്കാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹൈ. യു നോ വൈ? അതിന്റെ ട്രെയിനിങ് കൊണ്ടല്ല. ആണോ? ബിക്കോസ് ഇറ്റ് ഈസ് ബോൺ ആസ് എൻ ഈഗിൾ. An eagle is born to fly. കോഴിക്കുഞ്ഞ് പറക്കാനായിട്ട് ജനിച്ചതല്ല. അത് വഴി കൂടെ നടന്ന് സ്ക്രാച്ച് ചെയ്ത് പുഴുക്കളെ തിന്നാൻ വേണ്ടിയാണ്. ബട്ട് ഈഗിൾ ഈസ് ഡിഫറെന്റ്. വ്യത്യാസം ഉണ്ടാക്കുന്നത് ജനനമാണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, സോ വി ഫ്ലൈ ഹൈ. ഇനിയും താഴെ കിടന്ന് സ്ക്രാച്ച് ചെയ്ത പുഴുക്കളെ തിന്നാൻ അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പ്രവാചകന്മാരും ക്രൂസൈഡുകാരനും എല്ലാം വന്ന് നമ്മൾ കോഴിക്കുഞ്ഞാന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താ പറയുമെന്നറിയാമോ? 2011 7-ാം മാസത്തിൽ ദൈവം നിനക്ക് വലിയ 2 പുഴുക്കളെ വെച്ചിട്ടുണ്ട്. നിന്റെ ജോലിയിൽ ഒരു ഉദാഹരണം. പ്രിയമുള്ളവരെ, ഏത് പ്രവാചകൻ വന്ന് നിങ്ങളോട് പറയുന്നു യു ആർ നോട്ട് എ ചിക്ക്, യു ആർ എൻ ഈഗിൾ, വൈ ഡോണ്ട് യു ജസ്റ്റ് ഫ്ലൈ ഹൈ? അവനാ യഥാർത്ഥ പ്രവാചകൻ.
നിന്നെ ഉയരത്തിലേക്ക് പറക്കാൻ പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അല്ലാതെ നിനക്ക് ദൈവം പുഴുക്കളെ വെച്ചിരിക്കുന്നു, നിനക്കൊരു വീട് വെക്കുന്നു, നീ ഒരു കാറ് വാങ്ങിക്കുന്നു, നീ ഒരു ജോലി, നിനക്കൊരു ഉന്നമനം കാണുന്നു, എന്ത് കണ്ടാലും ഇതെല്ലാം പുഴുക്കളാന്ന് മനസ്സിലാക്കണം. അതിക്കൊള്ളൊന്നുമില്ല. പക്ഷേ an eagle is born to fly and an eagle can fly high. പ്രോബ്ലം എന്താണ്? വീണ്ടും ജനിച്ചിട്ടും ആത്മാവിനാൽ ജനിച്ചിട്ടും ആത്മാവിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാതെ വീണ്ടും വീണ്ടും താഴെ കിടന്ന് കൈവിരലിട്ട് മണ്ണ് സ്ക്രാച്ച് ചെയ്ത് മണ്ണിനോടുള്ള അഫിനിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ആത്മാവിന്റെ ജീവിതം അസാധ്യമാണെന്ന് തോന്നുന്നത്. ഈ കഴുകൻ കുഞ്ഞ് പറഞ്ഞതുപോലെ എന്റെ അമ്മ നടന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരും എല്ലാം അവരെ ആർക്കും പറക്കാൻ പറ്റുന്നില്ല, അവരെല്ലാം പുഴുവിനെ തിന്നാ ജീവിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ ഈ ആത്മാവിന്റെ ജീവിതം ജീവിക്കുന്നത്? അവരല്ല നിങ്ങൾ. ആദാമ്യ പ്രകൃതിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കേണ്ടത്, ആത്മാവിന്റെ പ്രകൃതത്തിലാണ് ജീവിക്കേണ്ടത്. We need to see that we are flying high. അതിന് നിങ്ങൾക്ക് കഴിവുണ്ട്. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ട് ആത്മാവിൽ ജനിച്ചവന് മാത്രമേ ഗിരിപ്രഭാഷണത്തിലെ ആത്മാവിൽ ജനിച്ച യേശു പറഞ്ഞ യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. അല്ലാത്തവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ വട്ടുപിടിക്കാൻ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എന്ന നിലയിൽ, ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവൻ എന്ന നിലയിൽ നമുക്ക് കടുത്ത നിരാശ ഉണ്ടാകണം. എനിക്കിത് കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എം ബോൺ ഓഫ് ദ ഫ്ലഷ്. ബട്ട് ഞാൻ അങ്ങനെ പോകേണ്ടവനല്ല, ഞാൻ പുഴുക്കളെ തിന്ന് ജീവിക്കേണ്ടവനല്ല. എനിക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ ആവശ്യമായ ശക്തി ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ജന്മമുണ്ട്. ഐ എം ബോൺ അഗെയിൻ, ഐ എം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ ജീവിയാണ്, ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇതാ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതായിരിക്കുന്നു. പുതിയ ജീവിതം ജീവിക്കുവാൻ കർത്താവ് എനിക്ക് ഒരു വലിയ അനുഭവം തന്നിരിക്കുകയാണ്. വലിയ ഒരു ശക്തി എന്നിലേക്ക് പകർന്നിരിക്കുകയാണ്. മാനുഷികമായി നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും താഴെ ഏറ്റവും വി ആർ റിയലി പുവർ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ ദാരിദ്ര്യത്തിന്റെ തിരിച്ചറിവുണ്ടാവുകയാണ്. സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ഇതൊരിക്കലും കഴിയുകയില്ല. എന്നാൽ ഇത് അസാധ്യവുമല്ല. എന്തുകൊണ്ട് അസാധ്യമല്ല? ബിക്കോസ് വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിരാശയിൽ നിന്ന്, ശരിക്കും ഒരു നിരാശയുടെ അനുഭവമാണ് ആത്മാവിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു നിരാശയുടെ അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഉയിർപ്പുണ്ടാകേണ്ടത്, അവിടെ നിന്നാണ് നമുക്ക് ആശ്രയം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഏതാണ്? when I see that I am poor, I depend upon the Lord. ഞാൻ ദരിദ്രനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തില് ആശ്രയിക്കാനായിട്ട് പഠിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ദാരിദ്ര്യത്തിന്റെ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത്. കാരണം ധനികനായ ഒരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ഒരിക്കലും ആശ്രയിക്കത്തില്ല. ധനികൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി ദാറ്റ് മാറ്റേഴ്സ്. ഇഫ് ഐ ഫീൽ ഐ എം റിച്ച്, യു നോ വാട്ട് ഹാപ്പൻസ്? ഐ വിൽ നെവർ ഡിപെൻഡ് അപ്പോൺ ഗാഡ്. ഞാൻ റിച്ച് ആണെന്ന്, ഞാൻ റൈച്ചസ് ആണെന്ന്, ഞാൻ നീതിയുള്ളവനാണെന്ന്, ഞാൻ കഴിവുള്ളവനാണെന്ന്, ഞാൻ സ്വയമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരാളും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. അതുകൊണ്ട് ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾ വായിക്കുമ്പോഴെല്ലാം അവിടെ കാണുന്നത്, നമ്മൾ 34 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഈ എളിയവൻ നിലവിളിച്ചു. എബിയോൻ, എളിയവൻ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു വാക്കാണ് ഇവിടെ ചാക്കോസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത അത് ഒരു അട്ട പോവർട്ടിയാണ്, അല്ലാതെ വേറെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. ടോട്ടലായിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് പിന്നീട് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, തുടക്കം തന്നെ ദ കിങ്ഡം ഈസ് പോവർട്ടി, ഇറ്റ് ഈസ് നോട്ട് പൊസഷൻ. ലോകം പറയുന്നത് എന്താണ്? പൊസഷൻ ആണ് ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നു. ബട്ട് ജീസസ് സേസ് പോവർട്ടി ഈസ് ദ ബ്ലെസ്സഡ്നെസ്.
അതുപോലെ ഈ ഒരു സെൻസ് ഓഫ് ആബ്സല്യൂട്ട് ഫ്യൂട്ടിലിറ്റി, എന്താണ്, ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ്. അനുഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ്. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of God. യോനായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും യോനായുടെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യോനായുടെ പുസ്തകത്തിൽ യോന ദൈവവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. എന്നാൽ ആ ക്ലോസ് അസോസിയേഷൻ തന്നെ ഇവനെ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഒടുവിൽ ദൈവം എന്ത് ചെയ്യുന്നു, അവനെ നമ്മുടെ ഭാഷ പറഞ്ഞ അടിച്ചൊടിച്ച് മടക്കി ഒതുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അവനെ മത്സ്യത്തിന്റെ വയറ്റിൽ ആക്കുകയാണ്. ജോണ ചാപ്റ്റർ 2 അവിടെ കാണുന്നത്, അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നും തന്നെയല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്ന. അതായത് ഹി വാസ് സീയിങ് ഡെത്ത് ഫേസ് ടു ഫേസ്. അവൻ മരണത്തെ എന്ത് ചെയ്യാണ്, മുഖാമുഖം കാണുകയാണ്. ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്. അതൊരു ഒരു വലിയ ഒരു പ്രത്യേകതയാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന് ആ അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നേനെ. പക്ഷെ ഇവിടെ എന്താണ്, അവനൊരു ഒരു പ്രധാനമായ ഒരു തിരിച്ചറിവുണ്ടായാണ്, ഇനി എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ല. അങ്ങനെ ജോന, ബുക്ക് ഓഫ് ജോന അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ വേഴ്സ് 2, ഞാൻ എന്റെ കഷ്ടം നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി, നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എങ്കിലും എന്നല്ല ശരിക്കും അതിന്റെ ഫ്രേസ്. ഹീബ്രുവിൽ ഒരു അൺസർട്ടൻ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ ഓളങ്ങളും തിരമാലകളും. അത് തന്നെ യോനയുടെ ഒരു വലിയൊരു തിരിച്ചറിവാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാത്താൻ ചെയ്തതാണെന്നല്ല, ആര് ചെയ്തതാണ്, ദൈവം ചെയ്തതാണെന്നാ. അപ്പൊ അവന് മനസ്സിലായി എന്താണ്, എന്നെ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ, എന്നെ ഈ നിരാശയുടെ കയത്തിലേക്ക് തള്ളിയിട്ടത് ആരാണ്, ദൈവമാണ്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പറയുന്നത് സാത്താൻ കൊണ്ടുവന്നതാണെന്നാണ്. അതുകൊണ്ട് സാത്താൻ കൊണ്ടുവന്നതായതുകൊണ്ട് നമ്മൾ പിന്നെ 3 ദിവസം ഉപവാസം ഇരുന്ന് അതിനെ എടുത്തു കളയാനായിട്ട് പരിശ്രമിക്കും. പക്ഷെ എടുത്തു കളയാനല്ല ദൈവം ഉദ്ദേശിക്കുന്നുള്ളതാണ് ശരി. കാര്യം ദൈവം നമ്മളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മളെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ പഠിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യുന്ന, നമ്മളെന്താ, ദൈവം കൊണ്ടുവന്ന കാര്യം ആര് കൊണ്ടുവന്നാന്ന് പറയും, സാത്താൻ കൊണ്ടുവന്നാന്ന് പറയും. പക്ഷെ യോനാന്റെ ഒരു ഗുണം, നിന്റെ ഓളങ്ങളും തിരകളും എന്നെ മൂടിയെന്നാ. എന്നിട്ട് പറയാണ്, എനിക്കിനി രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഒന്നുമില്ല. എങ്കിലും എന്നല്ല ഇവിടുത്തെ, ഹൗ ഷാൽ ഐ ലുക്ക്, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ല, എനിക്ക് എങ്ങനെ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി നോക്കാൻ പറ്റും, കാരണം നിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു പോയിരിക്കുന്നു. ഇവൻ ഒളിച്ചോടി പോകുമ്പോഴും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് ദൈവവുമായിട്ടുള്ളവന്റെ കമ്മ്യൂണിക്കേഷൻ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് ഉണ്ടാകുകയാണ്. വേഴ്സ് 7 പറയുന്നത്, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഐ ഫെയിന്റഡ്. അവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവൻ എന്താണ്, അവൻ ഫെയിന്റഡ് ആയിപ്പോയി. അപ്പോൾ അതായത് അവന്റെ പ്രതീക്ഷയുടെ എല്ലാ അവസ്ഥകളും താഴെ പാതാളത്തിൽ അവൻ കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അവിടെ വെച്ചാണ് കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അവിടെ വെച്ചാണ് അവന് ദൈവത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നത്. പല സമയത്തും നമുക്ക് നമ്മിലുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ദൈവവുമായിട്ടുള്ള കൃത്യതയുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നുള്ളൂ. ഹോളി ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാനുള്ള ഒരു കാര്യമുണ്ട്. പാതാളത്തിൽ കിടക്കുന്നവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട യോനായ്ക്ക് എന്ത് ചെയ്യാണ്, ഒരു പുതിയ ജീവൻ ലഭിക്കുന്നത് പോലെ ഹോളി ലൈഫ് ബിഗിൻസ് ഫ്രം മൈ സെമിട്രി. എന്റെ ശവകുടീരത്തിൽ നിന്ന് മാത്രമേ വാസ്തവത്തിൽ എന്തുണ്ടാകുന്നുള്ളൂ, ഒരു വിശുദ്ധ ജീവിതം ശരിക്കും സംഭവിക്കുന്നുള്ളൂ. എന്നിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഞാൻ തന്നെ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നന്മ ചെയ്യാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നല്ലവനാകാൻ നോക്കും. പറ്റത്തില്ല. ഞാൻ എന്നിൽ തന്നെ എന്റെ പ്രാണൻ ക്ഷയിക്കുന്ന ഒരു സ്റ്റേജില്. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ?
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതായത് മിക്കപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല. എന്തുകൊണ്ടാ? നമുക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കത്തില്ല. ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും നിരാശ തോന്നുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയത്തിന് സഹായകരമാകുന്നു എന്നതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരു ഭാഗ്യാവസ്ഥയാകുന്നത്. അല്ലാതെ നാച്ചുറലി പുവർ ആണെന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയല്ല. ആണോ? അല്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് ഒരു ഭാഗ്യാവസ്ഥയാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. നമ്മൾ മനുഷ്യരല്ലയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം. കാര്യം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവാശ്രയത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഗാഡ് ഈസ് നോട്ട് ജസ്റ്റ് എ വാക്കിംഗ് സ്റ്റിക്ക്. വാക്കിംഗ് സ്റ്റിക്കിന്റെ പ്രത്യേകത എനിക്ക് നടക്കാം, പിന്നെ ഒരു സഹായം കൂടെ, ഒരു താങ്ങൂടെ ആകട്ടെ എന്നുള്ളതാണ് വാക്കിംഗ് സ്റ്റിക്ക്. പക്ഷേ ദൈവാശ്രയം എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല, ഒരു സ്ട്രെച്ചറിലേക്ക് ചെന്ന് വീഴുന്നതാണ്. സ്ട്രെച്ചറിന്റെ പ്രത്യേകതയുണ്ട്. എന്താ? അവൻ ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? എടുക്കണം. ഇതുപോലെ ദൈവത്തിന്റെ കയ്യിൽ ഞാൻ ചെന്ന് വീഴണം. അങ്ങനെ വീഴണമെങ്കിൽ എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടണം. We need to abandon ourselves into the hands of God. And I am sure that He will never abandon us to somebody else's hands. നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. എറിഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായ ദാരിദ്ര്യം എനിക്ക് ഫീൽ ചെയ്യണം. എനിക്ക് യാതൊരു പ്രതീക്ഷയും, മാനുഷികമായ നിലയിലുള്ള എന്റെ സകല പ്രതീക്ഷകളും തകരണം. അപ്പോഴാണ് ദൈവാശ്രയത്തിലേക്ക് ഞാൻ വളരുന്നതും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നത്.